ഞാൻ എന്താണ് പറഞ്ഞത്? ഗൗരവതരമായി പരിശോധിക്കാതെ, പാരിസ്ഥിതിക ആഘാത പഠനം ഗൗരവമായി നടത്താതെ ഈ പദ്ധതിയുമായി പോകരുത്. അപക്വമായ പ്രസ്താവനകൾ തുടർച്ചയായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്നലെ മുതൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം പറയാൻ കാര്യം? വയനാട് വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവാണ്, ഫ്രജൈലാണ് അവിടുത്തെ മണ്ണ്. എന്നെ എന്തുമാത്രം പരിഹാസം ഉണ്ടായിരുന്നു. മണ്ണ് പരിശോധനാ വിദഗ്ധൻ എന്നെല്ലാം പറഞ്ഞു. അതന്നത്തെ ചോരത്തിളപ്പിന് അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. മണ്ണ് പരിശോധനാ വിദഗ്ധൻ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കി CPM ഹാൻഡിലുകൾ. അവരാണ് എൻ്റെ PR മുഴുവൻ നടത്തിയത്. എനിക്ക് നന്ദിയുണ്ട് അവരോട്. ഞാൻ ഒന്നും പറഞ്ഞു അവരെയൊന്നും മാറ്റല്ലെന്ന്. ഇത്തരം ഘട്ടങ്ങളിൽ പക്വതയോടുകൂടി സംസാരിക്കാൻ മുഖ്യമന്ത്രി മന്ത്രിമാരും തയ്യാറാകണം. കാരണം അവരാണ് എനിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ക്യാമ്പയിൻ നടത്തിയത്. കാരണം ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള 2-3 മാസം സോഷ്യൽ മീഡിയ തുറന്നാൽ എന്നെ മാത്രം, എൻ്റെ വികൃതമായ രൂപങ്ങളൊക്കെ ഉള്ളതാണെങ്കിലും എൻ്റെ കണ്ണൊക്കെ തള്ളിച്ചിട്ടുള്ളതാണെങ്കിൽ എൻ്റെ പടം മാത്രം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം അതൊന്നും അല്ലല്ലോ. പോയിന്റിലോട്ട് വരാം. ഏറ്റവും കൂടുതൽ എന്നെ CPM അധിക്ഷേപിച്ച വിഷയം തുരങ്കപാത വികസനം തകർക്കാൻ ശ്രമിക്കുന്ന വികസന വിരുദ്ധൻ എന്ന് പറഞ്ഞിട്ടാണ്. എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. അതുപോലത്തെ സെൻസിറ്റീവായൊരു സ്ഥലത്ത് ഇത് ചെയ്യുമ്പോൾ സൂക്ഷിച്ചു വേണമെന്ന് പറഞ്ഞു. ഇവിടെ സ്റ്റേറ്റ് ഒരു പഠനം നടത്തി. ആ പഠനത്തിലെ റിസൾട്ട് എന്താ? ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലെന്ന്. അപ്പോൾ എല്ലാവരും യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായി നിൽക്കേണ്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതിന് തയ്യാറാവണം. സംസാരത്തിലൊക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രത്യേകം ശ്രദ്ധിച്ചു പോകണം. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. രണ്ടാമത് സെൻട്രൽ ഗവൺമെൻറ് വേണ്ടാന്ന് പറഞ്ഞു. വീണ്ടും സംസ്ഥാന ഗവൺമെൻറ് നിർബന്ധിച്ച് അവിടെ നിന്ന് 50ഓളം കർശനമായ നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ടിട്ടുള്ളതാണ് ഈ തുരങ്കപാതയുടെ പണി തുടങ്ങിയത്. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. ഗവൺമെന്റിന്റെ ഭാഗമല്ലേ. പക്ഷേ ഈ ഒരു വിഷയത്തിന്റെ പുറത്ത് ഒരുപാട് പരിഹസിക്കപ്പെട്ട, ആക്ഷേപിക്കപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു ഞാനെന്ന് നിങ്ങളൊക്കെ ഓർക്കുന്നതല്ല. കഴിഞ്ഞതെല്ലാം രാമേട്ടൻ മറക്കണം. ഞാൻ അറിയാതെ ചെയ്തു പോയതല്ലേ, എനിക്ക് മാപ്പ് തരണം. വയനാട് ലാൻഡ്സ്ലൈഡ് ഇറ്റ്സ് എ വെരി അൺഫോർച്ചുനേറ്റ്. ഇറ്റ് ഹാസ് ഹാപ്പൻഡ്. നൗ ദ ഗവൺമെന്റ് ഈസ് ഗോയിങ് ടു സ്റ്റഡി ഇൻ ഡീറ്റെയിൽ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നേ? ഇങ്ങനെ തമ്മിൽ തല്ലുന്ന കൂടപ്പറപ്പുകളെ ഭൂമിയിൽ ഒരിടത്ത് കാണില്ല. വളർത്തോഷം